ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിന്നുള്ളത് കണ്ണൂർ പുഷ്പോത്സവം കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കണ്ണൂർ പോലീസ് മൈതാനിയിലാണ് ഇത് തുടങ്ങിയിട്ട് കുറച്ച് ദിവസമൊക്കെ ആയി. അപ്പോൾ നമ്മളിപ്പോൾ ഇതാ പോയി. അവിടുത്തെ എൻട്രി ഫീസ് കാര്യങ്ങളൊക്കെ പറയുന്നത് പെർ അഡൾട്ട് 70 റുപ്പീസാണ് വരുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും കാണാം. ഇതിപ്പോൾ ഫെബ്രുവരി 3 വരെയാണ് ഇവിടെ പോയി ഇത് നടക്കുന്നത്. അപ്പോൾ ആരും മിസ് ചെയ്യണ്ട. നമുക്ക് അത്യാവശ്യം കാണാനും ഒക്കെ നമുക്കൊരു എക്സ്പീരിയൻസ് ചെയ്യാനുള്ള എല്ലാം ഇന്ന് ഇവിടെ ഇവർ സജ്ജീകരിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കുള്ളിലോട്ടേക്കൊന്ന് പോയി നോക്കി വരാം. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അത്യാവശ്യം അവർ അവിടെ സജ്ജീകരിച്ചിട്ടുള്ള ഫ്ലവേഴ്സും കാര്യങ്ങളും ഒക്കെയാണ്. പിന്നെ അതിൻ്റെ വിലയും കാര്യങ്ങളും ഞാൻ ഇതിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാം. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ അവിടെ കുറച്ച് റൈഡ്സ് കാര്യങ്ങളൊക്കെയാണ് പിന്നെ ഉള്ളത്. അപ്പോൾ ഇതാ ഇവിടെ ഫസ്റ്റ്ലി ഇവിടെ എൻട്രൻസിൽ അവിടെ കാണിക്കുന്നത് വെച്ചാൽ നല്ല ഫ്ലവേഴ്സ് എല്ലാ തരത്തിലുള്ള പൂവുകളും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോയിലൂടെ കാണാൻ വേണ്ടി പറ്റും. പിന്നെ ഇതാ ഇതിൻ്റെ സെൻട്രലായിട്ടൊരു ഫൗണ്ടെയിൻ, ചെറിയതായിട്ടൊരു ഫൗണ്ടെയിൻ ഉണ്ട്, വാട്ടർ ഫൗണ്ടെയിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതാ ഈ ഒരു എയർ പ്ലാന്റ് എന്ന് പറയുന്നൊരു ചെടിയാണിത്. മണ്ണില്ലാതെ വളരുന്ന ചെടി എന്ന് പറഞ്ഞിട്ട് അവിടെ എല്ലാത്തിനും അവരവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഓരോ കാര്യങ്ങളും. ഇത് ഇന്ന ചെടികളാണ് കാര്യങ്ങളാണ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പം അവിടെ പോയി കഴിഞ്ഞാൽ എല്ലാത്തിൻ്റെയും നിങ്ങൾക്ക് പുതിയ കാര്യങ്ങളും പുതിയ ചെടികളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഇത് കണ്ടില്ലേ. അപ്പം നമ്മളീ പോയ നേരം എന്ന് പറഞ്ഞാൽ നമുക്കൊരു 3 മണി അങ്ങനെയൊക്കെ ആയപ്പോഴാണ് പോയത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അത്ര തിരക്കില്ലാതെ തന്നെ കാണാനും റഷില്ലാതെ കാര്യങ്ങളും പൂക്കളൊക്കെ വാങ്ങാനും ഒക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു. ഇവിടെ എന്ന് വെച്ചാൽ രാത്രിത്തെ ഒരു വേറെ തന്നെ വ്യൂ ആണ്. ഇവിടുത്തെ ലൈറ്റ്സ് കാര്യങ്ങളൊക്കെ അവർ വെക്കുന്നത് കൊണ്ട് അത് കാണാനും കുറച്ച് നല്ല രസം രാത്രിയും ഉണ്ടാവും. പക്ഷെ രാവിലത്തേതെന്ന് വെച്ചാൽ ഇങ്ങനെയാണ് വ്യൂ ഉള്ളത്. അപ്പോൾ ഇതത്ര ഒരു അത്യാവശ്യം കുറച്ച് ആളുകളാണ്. രാവിലത്തെ തിരക്ക് നമുക്ക് പോയി കഴിഞ്ഞാലൊന്ന് ആ ഒരു തിരക്ക് ഒഴിവാക്കാൻ വേണ്ടി പറ്റും. പിന്നെ അടുത്തതായിട്ട് ഇതാ ഈ ഒരു പൂക്കൾ കണ്ടോ, നന്നായിട്ട് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടല്ലോ അല്ലേ. പിന്നെ അടുത്ത ഒരു സെക്ഷൻ എന്ന് പറയുന്നത് ഈ കുറച്ച് പൂക്കൾ നമുക്ക് വാങ്ങിക്കാൻ വേണ്ടി പറ്റും ഇവിടെ നിന്ന്. അതായത് ഓരോ ചെടികൾക്ക് 100 രൂപ 150 രൂപ അങ്ങനെയൊക്കെയാണ് അധികം വരുന്നത്. ഈ റോസാപ്പൂക്കാണെങ്കിലും പിന്നെ പുതിയ വേറെ ചെടികളുണ്ടല്ലോ, അതിനൊക്കെ 150 200 അങ്ങനെയാണ് അവരൊരു റേറ്റ് പറയുന്നത്. പിന്നെ ചെറിയ ചെടികൾക്കാണെങ്കിൽ 50 റുപ്പീസ് അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ ഒരു ചെറിയ തൈകളൊക്കെ ഉണ്ടാവുമല്ലോ, ആ തൈകൾ അങ്ങനെയൊക്കെ നമുക്കൊരു 4 സെറ്റ് അങ്ങനെയൊക്കെ ആയിട്ട് വാങ്ങുകയാണെങ്കിൽ കുഞ്ഞു തൈകൾ നമുക്ക് 100 രൂപയൊക്കെ കിട്ടുന്നുണ്ട്. നമ്മൾ കുറച്ച് ചെടികളും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നിന്ന് വാങ്ങിച്ചത് നമുക്ക് വീട്ടിൽ നമുക്ക് നന്നായിട്ട് അവരിങ്ങനെയാണ് പറയുന്നത് വെച്ചാൽ നമുക്കിത് അതിൻ്റെ വെള്ളവും മണ്ണും ഒന്ന് നമ്മൾ മാറ്റി കൊടുത്ത് വേറൊരു ചട്ടിയിലേക്ക് മാറ്റി നടുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ വളരുന്നതായിരിക്കും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് അവർ പറയുന്ന പോലെ തന്നെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ള റിസൾട്ട് നമുക്ക് കിട്ടും. അപ്പോൾ പിന്നെ അതിന് ശേഷം പിന്നെ അതൊക്കെ വാങ്ങിച്ചതിന് ശേഷം ഞങ്ങൾ ജസ്റ്റ് അവിടുത്തെ റൈഡ്സ് കാര്യങ്ങളൊക്കെ ഒന്ന് പോയി കണ്ടു, അങ്ങനെ എൻജോയ് ചെയ്തു. അപ്പോൾ അത്ര കുട്ടികൾക്ക് അത്യാവശ്യം എൻജോയ് ചെയ്യാം. അപ്പോൾ അത്രയൊക്കെയാണ് എന്നുള്ളത്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ എല്ലാവരും അവിടെ പോവുക, കാണുക, വിസിറ്റ് ചെയ്യുക, പുതിയ എക്സ്പീരിയൻസ് എൻജോയ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.